ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഞെട്ടിച്ച താരം ആരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അർജുൻ ശ്യാം എന്ന് പറയേണ്ടി വരും. കാരണം മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ബഹളങ്ങളോ തർക്കങ്ങളോ ഇല്ലാതെ ഹൗസിൽ 100 ദിവസം തുടർന്ന് ഒടുവിൽ 2ാം സ്ഥാനവും കൊണ്ടാണ് അർജുൻ പടിയിറങ്ങിയത്. അർജുന് ആരാധകരുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത്. പല എപ്പിസോഡിലും വമ്പൻ വോട്ട് നേടാനും താരത്തിന് സാധിച്ചിരുന്നു. ഇപ്പോഴിതാ വിജയത്തിൽ സന്തോഷം പങ്കിടുകയാണ് അർജുൻ. തന്റെ ബിഗ് ബോസ് യാത്രയെക്കുറിച്ചും അർജുൻ പ്രതികരിച്ചു. ബിഹൈൻഡ് വുഡ്സ് ഫാൻസ് മീറ്റപ്പിലാണ് ഓഡിഷന് ലഭിച്ചത് എന്നിങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ അർജുൻ പങ്കുവച്ചത്. താരത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ലഭിച്ച പിന്തുണയിൽ വളരെ സന്തോഷമുണ്ട്. ആളുകളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് വട്ടായതാണോ എന്ന അവസ്ഥയിലാണ് ഞാൻ. എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. ഞാൻ പല സീസണിലെയും ശ്രമിച്ചിരുന്നു. വൈൽഡ് കാർഡ് എൻട്രിയായും ശ്രമിച്ചിരുന്നു. ക്രൂ തന്നെ എന്നെ കണ്ട് മടുത്തിട്ടുണ്ട്. സീസൺ 3-ലാണ് ഞാൻ ആദ്യമായി ഓഡിഷന് അറ്റൻഡ് ചെയ്യുന്നത്. ഞാനൊരു മോഡലാണ്. എനിക്കൊന്നും ആകാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 4ഉം 5ഉം ഓഡിഷന് ഇതുതന്നെയാണ് പറഞ്ഞത്. സീസൺ 6-ൽ എൻ്റെ ഇല്ലായ്മ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഓഡിഷൻ കിട്ടാൻ 1 വർഷം ഞാൻ മെനക്കെട്ടു. അപ്പിയറൻസ് മാറ്റി. എൻ്റെ USP എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതോടെ അവസരങ്ങൾ കിട്ടി. സീസൺ 6ലേക്ക് വന്നപ്പോൾ അവർ ഇംപ്രസ് ആയത് ഞാൻ മുൻപ് ഓഡിഷൻ കൊടുത്ത രീതിയും ഇത്തവണത്തെ രീതിയും വ്യത്യസ്തമായിരുന്നു എന്നതാണ്. ഡേറ്റയൊക്കെ എടുത്ത് അപ്പിയറൻസ് ഒക്കെ മാറ്റിയിരുന്നു. ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ സംഭവിക്കുന്നത് സംഭവിച്ചു. എനിക്കുള്ളത് എനിക്ക് വരുമെന്ന് അറിയാമായിരുന്നു. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ വന്നത്. മോഹൻലാൽ സാർ എൻ്റെ ദൈവമാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു പ്രിൻസിപ്പൾ വരുന്ന ഫീലാണ്. എന്നാലും കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലും ഉണ്ടാവും. പുള്ളിക്കാരൻ വരുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. ലാൽ സാറുമായുള്ള ഇൻ്ററാക്ഷൻ ആയിരുന്നു ഏറ്റവും വലിയ മൊമെൻറ്റ്. വിഷുവിൻ്റെ അന്ന് എനിക്ക് പനിയായിരുന്നു. ലാൽ സാർ വന്ന് എന്നെ തൊട്ടുനോക്കി പനി കുറഞ്ഞു ചോദിച്ചു. അപ്പു എന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ പനി കൂടുകയാണോ ചെയ്തത് അതോ കുറയുകയാണോ ചെയ്തത്? ആകെ കൂടെ ടെൻഷനായി, അർജുൻ പറഞ്ഞു. ലിഫ്റ്റിംഗ് സ്റ്റാർ എന്ന പരിഹാസത്തിനും അർജുൻ മറുപടി നൽകി. പുറത്തു പോയവർ തിരിച്ചു വന്നപ്പോഴാണ് ആര് വീണാലും എടുത്തുകൊണ്ടു പോകുന്നത് ഞാനാണെന്ന് മനസ്സിലായത്. ഞാൻ നോക്കുമ്പോൾ ശരിയാണ്. ശ്രീദേവി ചേച്ചി വീണപ്പോഴും ജാൻമണി വീണപ്പോഴും നന്ദൂട്ടൻ വീണപ്പോഴും ഒക്കെ ഞാനാണ് കൊണ്ടുപോയത്. നമ്മുടെ മുന്നിൽ ഒരാൾ വീഴുമ്പോൾ ഓടിച്ചെന്ന് കൊണ്ടുപോകില്ലേ? അങ്ങനെ ചെയ്തത് മാത്രമാണ്, അർജുൻ പറയുന്നു. ബിഗ് ബോസിൽ അർജുൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പെർഫോമൻസ് നോറയായി പകർന്നാടിയതായിരുന്നു. നോറയെ പോലെ യാഥാർത്ഥ്യത്തിൽ ഞെട്ടിച്ച പെർഫോമൻസ് ആയിരുന്നു അർജുൻ്റേത്. കൺഫെഷൻ റൂമിൽ പോയി നോറ ബിഗ് ബോസിനോട് സംസാരിക്കുന്നതൊക്കെ അതുപോലെ പകർത്താൻ അർജുന് സാധിച്ചിരുന്നു. എങ്ങനെയാണ് നോറ ഇത്രയും ഒബ്സർവ് ചെയ്തത് എന്ന ചോദ്യത്തിന് തനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണെന്നും അതൊക്കെ സ്വാഭാവികമായി വരുന്നതാണെന്നുമാണ് അർജുൻ പറഞ്ഞത്. നോറ കൺഫെഷൻ റൂമിൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. എങ്ങനെയൊക്കെയോ അതൊക്കെ അങ്ങ് വന്നുപോയി എന്നാണ് അർജുൻ വ്യക്തമാക്കിയത്.